Lasita here after a long gap. See, I'm so happy that കുറേ പേരെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ എന്താ വീഡിയോസ് ഒന്നും ചെയ്യാത്തതെന്ന്. ആക്ച്വലി ഐ വാസ് ബിസി വിത്ത് സം അതർ വർക്ക്സ്, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കുറച്ച് പേരെങ്കിലും നമ്മളെ പറ്റി ചോദിക്കുന്നുണ്ട്, തിരക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ. സോ അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഈസ് വെരി ഡിഫറെൻറ്റ്. നമ്മൾ ഇതുവരെയും ചെയ്തു വന്ന ആ ഒരു സീരീസ് ഓഫ് ടോപ്പിക്സിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് മൈഗ്രേഷൻ. അപ്പോൾ ആ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയേണ്ടത്, നമ്മുടെ എല്ലാവരുടെയും ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡാണ് വർക്കിംഗ് പീരീഡ് അല്ലേ. നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, ആർക്കും ഒരു ബേർഡൻ ആവാതെ സ്വന്തമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു, ഏൺ ചെയ്യുന്നു, ജീവിക്കുന്നു. അങ്ങനെയുള്ളത് ഭയങ്കര ബിഗറായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഏത് ജോലിയായാലും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട് അല്ലേ. ദെൻ വെൻ ഇറ്റ് കംസ് ടു ഹെൽത്ത് സെക്ടർ, ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോബ്, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി വാല്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് നഴ്സിംഗ് എന്നുള്ളത്. നഴ്സസിൻ്റെയൊക്കെ വാല്യൂവിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ BSc നഴ്സിംഗിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ ആ വീഡിയോ കാണുക. ആൻഡ് അപ്പോൾ നഴ്സിംഗ് എന്നൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നതിന് തന്നെ നമ്മൾ അവരെ സല്യൂട്ട് ചെയ്യണം അല്ലേ. അങ്ങനെ എത്രയും, കാരണം ഓരോ വ്യക്തികളുടെയും സഫക്കേഷനും പെയിനും ഹാപ്പിനെസ്സും അതുപോലെ തന്നെ സങ്കടങ്ങളും ഇതെല്ലാം വളരെ അടുത്ത് നിന്ന് അറിയാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസ് ആണ് നഴ്സസ്. നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ താല്പര്യം നഴ്സസിനൊക്കെ പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാനാണ്. നമ്മൾ ഓൾറെഡി അതിൻ്റെ റീസൺസ് എല്ലാം സംസാരിച്ചിട്ടുണ്ട്. വളരെ ഉയർന്ന രീതിയിലുള്ള സാലറി പാക്കേജസ്, പിന്നെ കുറച്ച് എന്താ പറയുക റിച്ച് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽസ്, പിന്നെ പെട്ടെന്ന് പെർമനൻറ്റ് റെസിഡൻ്റ് ആവാൻ പറ്റും, ഫാമിലീസിനെ കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും നഴ്സസിനെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേരളവും ഇന്ത്യയും വിട്ട് കഴിഞ്ഞാൽ പല രാജ്യങ്ങളുടെയും പല കോണുകളിലും നമ്മുടെ നഴ്സസിനെ കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ ഫ്ലോ ഉള്ളത് ഇപ്പം GCC കൺട്രീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ UAE, ദെൻ ഖത്തർ, സൗദി, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, അങ്ങനെയുള്ള പല GCC കൺട്രീസിലേക്ക് നഴ്സസിൻ്റെ ഫ്ലോ ഈസ് വെരി ഹൈ. അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസ് ആയിട്ടുള്ള അയർലൻഡ്, UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് മുതലായ രാജ്യങ്ങളിലേക്കും നഴ്സസിൻ്റെ ഫ്ലോ എന്നുള്ളത് ഭയങ്കര ഹൈ ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂസിലൻഡിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന നഴ്സസ് ചെയ്യേണ്ട പ്രോസസ്സ് ആൻഡ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ആയിട്ട് വരിക, എങ്ങനെയാണ് നിങ്ങൾക്ക് ന്യൂസിലൻഡിൽ പോകാൻ പറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ട്രൂവേ ഇൻ്റർനാഷണൽ ഈസ് യുവർ ബെസ്റ്റ് പാർട്ട്ണർ ഫോർ ന്യൂസിലൻഡ് മൈഗ്രേഷൻ. ഒരുപാട് നഴ്സസിനെ ന്യൂസിലൻഡിലേക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ മൈഗ്രേറ്റ് ചെയ്യിക്കാനായിട്ട് ട്രൂവേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ദേ ഓൾ ആർ വെരി മച്ച് ഹാപ്പി. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ന്യൂസിലൻഡിലോട്ട് പോകണോ, അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് ഉള്ളത് ആദ്യം നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ദാറ്റ് ഈസ് കാൻഡിഡേറ്റ് അനാലിസിസ്. കാൻഡിഡേറ്റ് അനാലിസിസിൽ 3 ക്രൈറ്റീരിയസ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. Very first thing is your qualification, second thing is your experience, and third criteria is your language proficiency. ഈ ക്രൈറ്റീരിയാസിൽ നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ ന്യൂസിലൻഡിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് എലിജിബിൾ ആണോ എന്നുള്ള മെത്തേഡാണ് നമ്മളിവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തിങ് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ. ആസ് ഐ ടോൾഡ് യു, ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ GNM, BSc, പോസ്റ്റ് BSc ആൻഡ് MSc നഴ്സിംഗ് ആൻഡ് എബോവ് ക്വാളിഫിക്കേഷനുള്ള നഴ്സിംഗ് ഗ്രാജുവേറ്റ്സ് ആണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ന്യൂസിലൻഡിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, GNM കഴിഞ്ഞിട്ടുള്ള കാൻഡിഡേറ്റ് ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എൻറോൾഡ് നേഴ്സായിട്ടായിരിക്കും പോകാൻ പറ്റുന്നത്. BSc, പോസ്റ്റ് BSc ആൻഡ് എബോവ് ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ബിക്കം എ രജിസ്റ്റേർഡ് നഴ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. സെക്കൻഡ് ക്രൈറ്റീരിയ ഈസ് യുവർ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 5 ഇയേഴ്സിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 2500 അവേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാൻഡേറ്ററി ക്രൈറ്റീരിയ ഈസ് ലൈക്ക് യു ഹാവ് ടു ബി എ സ്റ്റിൽ വർക്കിംഗ് നഴ്സ്. സ്റ്റിൽ വർക്കിംഗ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ക്രൈറ്റീരിയ. ഇനി തേർഡ് ക്രൈറ്റീരിയ ഈസ് യുവർ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മൾ യൂറോപ്യൻ കൺട്രീസ് അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നവർക്ക് IELTS അല്ലെങ്കിൽ OET ആണ് നിങ്ങൾ പാസ്സാവേണ്ടതായിട്ടുള്ള എക്സാം. OETയുടെ ക്രൈറ്റീരിയ നമ്മൾ നോക്കുമ്പോൾ റൈറ്റിങ്ങിന് C+ ആയിരിക്കണം, അതായത് 300 ആയിരിക്കണം റൈറ്റിങ്ങിൻ്റെ സ്കോർ. മറ്റു മൊഡ്യൂൾസ് നമുക്കറിയാം, ലിസണിങ്, സ്പീക്കിംഗ് ആൻഡ് റീഡിങ് അല്ലേ, ആ മൊഡ്യൂൾസിന് 350 അല്ലെങ്കിൽ B ഗ്രേഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി IELTS എഴുതുന്ന ആളാണെന്നുണ്ടെങ്കിൽ റൈറ്റിങ്ങിന് നിങ്ങൾക്ക് വേണ്ട സ്കോർ എന്നുള്ളത് 6.5 ആണ്. ലിസണിങ്, സ്പീക്കിംഗ് ആൻഡ് റീഡിങ്ങിന്
സെവൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ലാംഗ്വേജ് പ്രൊഫഷൻസിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് നമുക്ക് 1 ഇയറിലെ 4 അറ്റംപ്റ്റ്സിൻ്റെ സ്കോർ വരെ ക്ലബ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് നിങ്ങൾ ചെയ്തത് ജാനുവരി 2022 ഒരു ജാനുവരി 2023 വരെയുള്ള ആ ഒരു 1 ഇയറിലെ 4 അറ്റംപ്റ്റ്സിൻ്റെ സ്കോർ നിങ്ങൾക്ക് ക്ലബ് ചെയ്തെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ഈ 3 ക്രൈറ്റീരിയാസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഗെറ്റ് റെഡി ടു ഫ്ലൈ ടു ന്യൂസിലൻഡ്. അപ്പോൾ ഇത്രയും ക്രൈറ്റീരിയാസ് ഓക്കെ ആണെങ്കിൽ യു ആർ ഡെഫിനറ്റ്ലി എലിജിബിൾ അല്ലേ, ന്യൂസിലൻഡ് മൈഗ്രേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എലിജിബിൾ ആണ്. അപ്പോൾ ഇനി ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ളത് ഒരു കോൺട്രാക്ട് സൈനിങ് മെത്തേഡാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്തു തരാൻ ട്രൂവേ വില്ലിംഗ് ആണെന്നും ട്രൂവേ ത്രൂ ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് നിങ്ങൾ വില്ലിംഗ് ആണെന്നുമുള്ള ഒരു മ്യൂച്വൽ കോൺട്രാക്ട്. അപ്പോൾ ആ ഒരു കോൺട്രാക്ട് സൈനിങ്ങിന് ശേഷം ഞങ്ങളുടെ കസ്റ്റമർ റിലേഷൻസ് മാനേജർ നിങ്ങൾക്കൊരു ഡോക്യുമെൻറ്റ് ചെക്ക് ലിസ്റ്റ് അയച്ചു തരുന്നു. ആ ഡോക്യുമെൻറ്റ് ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ അയച്ചു തരിക. ഡോക്യുമെൻറ്റ്സും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പോർട്ടൽ ക്രിയേഷനാണ്. ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഡോക്യുമെൻറ്റ്സും നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ പോർട്ടലിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇത്രയും കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഒരു ഇനിഷ്യൽ ഒരു സ്റ്റേജ് കംപ്ലീറ്റഡ് ആയി. അപ്പോൾ ഈ പോർട്ടൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് കൺഫ്യൂസ്ഡ് ആവേണ്ട, CGFNSലാണ് നമ്മൾ പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് കാണും എന്താണ് ഈ CGFNS എന്നുള്ളത് അല്ലേ. CGFNS ബേസിക്കലി ഇറ്റ്സ് എൻ അമേരിക്കൻ ഓർഗനൈസേഷനാണ്. ന്യൂസിലൻഡിന് വേണ്ടിയിട്ടുള്ള മൈഗ്രേഷൻ പ്രൊസീജിയേഴ്സും പേപ്പർ വർക്ക്സൊക്കെ ചെയ്തു തരുന്ന ഒരു ഓർഗനൈസേഷനാണ് ഈ CGFNS നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പോർട്ടൽ ക്രിയേഷന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നിങ്ങളുടെ പ്രീവിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നിട്ടുള്ള വേരിഫിക്കേഷനാണ്. അത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ ഇത് സ്ഥിരമായിട്ട് എല്ലാ നഴ്സസും ന്യൂസിലൻഡിലോട്ട് മൈഗ്രേഷൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കും. നമ്മുടെ പ്രീവിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ള നിങ്ങളുടെ കോളേജ്, പിന്നെ വേറൊന്ന് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഹോസ്പിറ്റൽ, മറ്റൊന്ന് നിങ്ങളുടെ രജിസ്ട്രേഷനുള്ള നഴ്സിംഗ് കൗൺസിൽ. ഈ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് വേരിഫിക്കേഷൻ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഈ വേരിഫിക്കേഷനും നമ്മൾ തന്നെ അതിൻ്റെ ഫോംസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്റ്റ്ലി വിസിറ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് തരുന്നു. വേരിഫിക്കേഷൻസ് കംപ്ലീറ്റ് ആയാൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഇപ്പം ഹോസ്പിറ്റൽ ആണെങ്കിലും കോളേജ് ആണെങ്കിലും അവർ നമ്മൾക്ക് തന്നെ ആ ഫോംസ് ഹാൻഡ് ഓവർ ചെയ്തിട്ട് നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റും ടു ഫിലാഡൽഫിയ. നമുക്കറിയാമല്ലോ CGFNSൻ്റെ മെയിൻ ഹെഡ് ഓഫീസ് വരുന്നത് ഫിലാഡൽഫിയയിലാണ്. ദെൻ ഇനി വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ അവർ തന്നെ സെൽഫായിട്ട് കൊറിയർ ചെയ്യുന്നവരുമുണ്ട്. ഇപ്പോൾ ചില കോളേജസ് ഹോസ്പിറ്റലൊക്കെ സെൽഫായിട്ട് അവർ തന്നെ ഈ ഒരു പേപ്പേഴ്സ് കംപ്ലീറ്റ്ലി കൊറിയർ ചെയ്ത് വിടുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു CGFNSൻ്റെ വേരിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഓൾറെഡി നമ്മളൊരു പ്രീവിയസ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ നഴ്സിംഗ് കൗൺസിൽസിൻ്റെ കേസ് നോക്കുമ്പം ഓരോ നഴ്സിംഗ് കൗൺസിലിനും ഓരോ ഡ്യൂറേഷനാണ് അല്ലേ. ആ ഡ്യൂറേഷൻ കഴിയുമ്പം ഫ്രം കൗൺസിൽ ടു കൗൺസിൽ തന്നെ ഡയറക്റ്റ്ലി ഇന്ത്യ പോസ്റ്റ് വഴി അവർ കൊറിയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ കോളേജിൻ്റെയും ഹോസ്പിറ്റലിലേക്ക് ഡ്യൂറേഷൻ നമുക്ക് മാക്സിമം ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 2 വീക്സിനുള്ളിൽ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാനായിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ ഈ വേരിഫിക്കേഷൻ എല്ലാം ക്ലിയറായി നിങ്ങളുടെ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം CGFNSലോട്ട് കൊറിയർ പോയ ശേഷം അവരിത് വെരിഫൈ ചെയ്യും, എല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ ഉള്ളത് വെരിഫൈ ചെയ്ത ശേഷം എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് നിങ്ങളുടെ IELTSൻ്റെയും OETയുടെയും സ്കോർ സബ്മിഷൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ സ്കോർ സബ്മിഷൻ കഴിഞ്ഞ് നിങ്ങളുടെ ഫുൾ ഡോക്യുമെൻ്റ് എല്ലാം അവർ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് ഇതിൻ്റെ റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഡിസിഷൻ ലെറ്റർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അതിനെ ഷോർട്ട് ഫോമിൽ DL എന്ന് പറയും. അപ്പോൾ ഈ നമ്മുടെ ഫോംസ് എല്ലാം അവിടെ എത്തി ഇതെല്ലാം വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഒരു 10 വർക്കിംഗ് ഡേയ്സിലൊക്കെ നമുക്ക് ഡിസിഷൻ ലെറ്റർ കിട്ടും. ഒരു നേഴ്സിൻ്റെ ഈ ഒരു ന്യൂസിലൻഡ് മൈഗ്രേഷൻ ചെയ്യുന്ന ഒരു നേഴ്സിൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഈ ഡിസിഷൻ ലെറ്റർ കിട്ടുക എന്നുള്ളത്. ഇതിന് വേണ്ടിയിട്ടാണ് ശരിക്കും അല്ല ഇത്രയും കഷ്ടപ്പാടെല്ലാം നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസിഷൻ ലെറ്റർ എന്നുള്ളത് ഇറ്റ്സ് സംതിങ് വെരി ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള അച്ചീവ്മെൻ്റ് ആണ് ഫോറിൻ നേഴ്സ്. DL വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു സ്റ്റെപ്പുണ്ട്, ഇൻ്റർനാഷണൽ ക്രിമിനൽ ഹിസ്റ്റോറിക്കൽ ചെക്ക്, ICHC എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും. അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകളും നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. ICHC എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ലാസ്റ്റ് 9 ഇയേഴ്സിൽ 1 ഇയറിൽ കൂടുതൽ നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം നമ്മുടെ ക്രിമിനൽ ഹിസ്റ്ററി കംപ്ലീറ്റ്ലി ഓക്കെ ആണ് അല്ലെങ്കിൽ അതിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെന്ന് കാണിക്കുന്ന ഒരു ചെക്കിംഗ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ICHC എന്ന് പറയുന്നത്. അപ്പോൾ ഈ ICHCയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ എടുക്കുകയാണ്.
നമുക്ക് ഈ DL കിട്ടി ഏകദേശം ഒരു 1 to 1.5 വീക്സിനുള്ളിൽ തന്നെ നമുക്ക് ക്യാപ്പിൻ്റെ അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഈ ക്യാപ്പ് എന്നുള്ളത് ഈ ക്യാപ്പ് അല്ല കേട്ടോ, അത് വേറൊരു പേരുണ്ട്. കോമ്പിറ്റൻസി അസസ്മെൻറ്റ് പ്രോഗ്രാമാണ് ക്യാപ്പ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഈ നഴ്സസ് എല്ലാം ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഈ ന്യൂസിലൻഡിലോട്ട് പോകുന്നത് തന്നെ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രോഗ്രാമാണ് ശരിക്കും അവരൊരു രജിസ്റ്റേർഡ് നേഴ്സാക്കി മാറ്റുന്നത്. ഓക്കെ, ഈ ക്യാപ്പ് ശരിക്കും കോമ്പിറ്റൻസി അസസ്മെൻറ്റ് പ്രോഗ്രാം ആസ് ഐ ടോൾഡ് യു, ഇത് ശരിക്കും ഒരു 1.5 മാസം മുതൽ 3 മാസം വരെ ഡ്യൂറേഷനുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ DL കിട്ടി ഏകദേശം 1.5 വീക്സിൽ നമ്മൾ വെരി റീസെൻറ്റ് ഇൻടേക്സ് ഉള്ള കോളേജസിലായിരിക്കും നിങ്ങൾക്ക് ക്യാപ്പിൻ്റെ അഡ്മിഷൻ എടുത്തു തരിക. അപ്പോൾ ക്യാപ്പിൻ്റെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് എന്നുള്ളത് എന്താണ്, നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസ ബുക്ക് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഓൾറെഡി അഡ്മിഷൻ റെഡി ആയി കഴിഞ്ഞു, ഇനി എത്രയും വേഗം നിങ്ങൾ ന്യൂസിലൻഡിലോട്ട് പോകണം, ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റേജാണ് നെക്സ്റ്റ് സ്റ്റേജ് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വിസിറ്റിംഗ് വിസ ബുക്ക് ചെയ്യുന്നു. ഒരു പ്രത്യേകത എടുത്ത് പറയേണ്ടത്, നമ്മൾ ഈ വിസിറ്റിംഗ് വിസ ബുക്ക് ചെയ്യുന്നത് ഇമിഗ്രേഷൻ ലോയേഴ്സ് വഴിയാണ്. അങ്ങനെ ചെയ്യുന്നതിൻ്റെ മെയിൻ ഒരു റീസൺ ഈ ഒരു വിസ ക്യാൻസലേഷൻ ആവുകയോ അല്ലെങ്കിൽ അത് റിജക്ഷൻ ആയി പോവുകയോ ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇമിഗ്രേഷൻ ലോയേഴ്സ് വഴി ചെയ്യുമ്പോൾ 100% നമുക്ക് ഗ്യാരണ്ടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 2 വീക്സ് ടു 1 മന്ത് അതാണ് മാക്സിമം ഡ്യൂറേഷൻ ഫോർ ഗെറ്റിംഗ് വിസ. വിസ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരുന്നു. ദെൻ ഡെഫിനറ്റ്ലി യു ക്യാൻ ഫ്ലൈ ടു യുവർ ഡ്രീം കൺട്രി ന്യൂസിലൻഡ്. അപ്പോൾ ഈ ന്യൂസിലൻഡിലോട്ട് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അടുത്ത ടാസ്ക് എന്നുള്ളത് എന്താണ്, ഡെഫിനറ്റ്ലി ക്യാപ്പിൻ്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലേ, ഞാൻ പറഞ്ഞ പോലെ 1.5 മാസം മുതൽ 3 മാസം വരെയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഡ്യൂറേഷൻ. നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം അവിടെ പോയിട്ട് അറ്റൻഡ് ചെയ്യുന്നു. ഈ ഒരു 3 മാസത്തെ പ്രോഗ്രാം കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരു എക്സാം കൂടി ഉണ്ടാവും. അപ്പോൾ ആ ഒരു എക്സാമിൽ ഏകദേശം ഒരു 30-35+ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ഒരു എക്സാം കൂടി നിങ്ങൾ സക്സസ്ഫുള്ളി പാസ് ആവുന്നുണ്ടെങ്കിൽ യു വിൽ ബിക്കം രജിസ്റ്റേർഡ് നഴ്സ്. രജിസ്റ്റേർഡ് നേഴ്സായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു വിസിറ്റിംഗ് വിസ വർക്ക് വിസയിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും, PR-ന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് ഫർദർ ആയിട്ടുള്ള നിങ്ങളുടെ ഓൾ പ്രോസസ്സ് നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ട്രൂവയുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ക്യാപ്പിൻ്റെ ഫീസ് നമുക്ക് റീഇംബേഴ്സ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത്. ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റും. 2 മെത്തേഡിൽ നമുക്കിത് റീഇംബേഴ്സ് ചെയ്യാം. ഒന്നെന്നുള്ളത് ഒരു സ്കോളർഷിപ്പ് മെത്തേഡാണ്. സ്കോളർഷിപ്പ് മെത്തേഡിൽ നമ്മൾ ഈ ക്യാപ്പിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷമുള്ള കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും പിന്നെ നമുക്ക് ജോബ് കിട്ടിയെന്നുള്ളത് കാണിക്കുന്ന ജോബ് ഓഫർ ലെറ്ററും ഒരു 2 വർഷത്തെ ബോണ്ട് പേപ്പർ, ഏത് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഏത് എംപ്ലോയറിൻ്റെ കീഴിൽ നിങ്ങൾ ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിലും ഒരു 2 വർഷത്തെ ബോണ്ട് പേപ്പർ ഇനിഷ്യൽ സ്റ്റേജിൽ കാണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ബോണ്ട് പേപ്പറും പിന്നെ നിങ്ങളുടെ വിസിറ്റിംഗ് വിസ വർക്ക് വിസയിലോട്ട് സ്വിച്ച് ചെയ്തതായിട്ടുള്ള പ്രൂഫും, ഈ ഇത്രയും ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 6 മാസം മുതൽ 1 വർഷം വരെയുള്ള ഡ്യൂറേഷനിൽ ക്യാപ്പിൻ്റെ ഫീസ് നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസും ട്രൂവേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സെക്കൻഡ് മെത്തേഡാണ് എംപ്ലോയർ സ്പോൺസർഷിപ്പ് ത്രൂ നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് റീഇംബേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. അതായത് നിങ്ങൾക്ക് DL കിട്ടിക്കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ ഇൻ്റർവ്യൂസ് അറേഞ്ച് ചെയ്ത് തരുന്നു. വൺസ് നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിൽ സെലക്ട് ആക്കപ്പെട്ട ഒരു എംപ്ലോയർ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആ എംപ്ലോയർ തന്നെ നിങ്ങളുടെ ക്യാപ്പിൻ്റെ ഫീസ് സ്പെൻഡ് ചെയ്തോളും. അപ്പോൾ നിങ്ങൾ ആ പേയ്മെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, വൺസ് ഈ ഒരു എന്താ പറയുക ക്യാപ്പിൻ്റെ കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത ശേഷം 2 വർഷം നിങ്ങൾ ആ എംപ്ലോയറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. അങ്ങനെ ഒരു കാര്യമുണ്ട്, ഒരു മാൻഡേറ്ററി ക്രൈറ്റീരിയ ഉണ്ട്. കാരണം അവരല്ല നമുക്ക് വേണ്ടിയിട്ട് പൈസ മുടക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ഇത് കഴിഞ്ഞിട്ടൊരു 2 വർഷം അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു എന്ന് വെച്ചിട്ട് അതിൽ തെറ്റൊന്നുമില്ല. അത് കോൺട്രാക്ട് ബേസിസ് ആണ്. ആ 2 വർഷം ആ എംപ്ലോയറിൻ്റെ അണ്ടറിലായിരിക്കണം നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് ഫോർ എ ഫിക്സഡ് സാലറി. ആഫ്റ്റർ 2 ഇയേഴ്സ് നിങ്ങൾക്ക് ആ ഒരു എംപ്ലോയറിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു മെത്തേഡിലും ക്യാപ്പിൻ്റെ ഫീസ് നിങ്ങൾക്ക് ഒരു റിഡക്ഷൻ അല്ലെങ്കിൽ അതിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. അപ്പോൾ ഈ ഒരു 2 മെത്തേഡ് നമുക്കിതിൽ ആപ്ലിക്കബിൾ ആണ്. പിന്നെ ചില കാൻഡിഡേറ്റ്സിന് ഒരു ഡൗട്ട് വരും, അവരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് ക്യാപ്പ് പഠിക്കാനായിട്ട് ഭയങ്കര പാടാണല്ലോ, അതുപോലെ ന്യൂസിലൻഡിലോട്ടുള്ള മൈഗ്രേഷനൊക്കെ ഭയങ്കര ഒരു ഹെക്ടിക് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്, ഇതൊക്കെ എങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചിട്ട് ഡൗട്ടഡ് ആവുന്നവരൊക്കെ ഉണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ട്രൂവേ വഴി ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് 100% ധൈര്യത്തോടു കൂടി ചെയ്യാം. ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വിസിറ്റിംഗ് വിസയുടെയൊക്കെ കേസ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇമിഗ്രേഷൻ ലോയേഴ്സ് വഴിയാണ് വിസ പോലും നമ്മൾ ബുക്ക് ചെയ്യുന്നത്. അതുപോലെ ഓരോ സ്റ്റേജിലും ട്രൂവയുടെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പഠിച്ച് കയറി വരാനോ അല്ലെങ്കിൽ ന്യൂസിലൻഡിൽ പോകാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊന്നും വിചാരിക്കേണ്ട. എവറിത്തിങ് വിൽ ബി ഈസി അണ്ടർ ട്രൂവേ. ഇനി വേറൊരു ഡൗട്ട് നിങ്ങൾക്ക് എന്തായാലും ഒബ്വിയസ്ലി വരാം അല്ലേ, വൈ ന്യൂസിലൻഡ്? എന്തുകൊണ്ട് ഞാൻ ന്യൂസിലൻഡ് തിരഞ്ഞെടുക്കണം? ഇത്രയും യൂറോപ്യൻ കൺട്രീസ് ഉള്ളപ്പോൾ വൈ ന്യൂസിലൻഡ്? വൈ ന്യൂസിലൻഡ് എന്നുള്ളത് ഡെഫിനറ്റ്ലി ഒന്നാമത്തെ കാര്യം അവിടുത്തെ സാലറി പാക്കേജ് തന്നെയാണ്.
അതായത് ഒരു 2 മുതൽ 5 വർഷം വരെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് സ്കെയിൽ നമുക്കിപ്പോൾ എക്സാക്ട്ലി പറയാൻ പറ്റില്ല സാലറി എത്രയായിരിക്കും എന്നുള്ളത്. ഇറ്റ് ഓൾവേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ സ്കിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ്, പിന്നെ നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് എത്ര സാലറി തരണം എന്നുള്ളത് അല്ലേ. പക്ഷേ എന്നാലും ഒരു ആവറേജ് സ്കെയിലിൽ എനിക്ക് പറയാൻ പറ്റും ഒരു 2 to 5 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു 3 lakhs ഒക്കെ നിങ്ങൾക്ക് സാലറി പെർ മന്തിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു മോർ ദാൻ 5 ഇയേഴ്സ് ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ഒരു 3.3 സാലറി പാക്കേജസ് ഒക്കെ ആയിരിക്കും പെർ മന്ത്. അത് ഞാൻ ഇന്ത്യൻ റുപ്പിയിലാണ് പറയുന്നത്. ഇറ്റ് വിൽ എന്താ അതേ സെയിം ആയിരിക്കും, നിങ്ങൾക്ക് ന്യൂസിലൻഡ് ഡോളേഴ്സിലായിരിക്കുമല്ലോ അത് വരുന്നത്. അത് വെൻ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 3.3 ഒക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും മന്ത്ലി. പിന്നെ ഒരു 7+ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3.5 ലക്ഷം ഇന്ത്യൻ റുപ്പിയൊക്കെ നിങ്ങൾക്ക് പ്രതിമാസം ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും ഒരു സാലറി ഹൈക്ക് ഉള്ള ഒരു കൺട്രിയാണ് ന്യൂസിലൻഡ്. പിന്നെയെന്ന് പറയുമ്പോൾ ഈ മാർച്ച് മുതൽ ഓൾറെഡി അവിടുത്തെ ഹെൽത്ത് സെക്ടറും ഗവൺമെൻറ്റും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഒരു 14% സാലറി ഹൈക്ക് എസ്പെഷ്യലി ഹെൽത്ത് സെക്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ എന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൈഗ്രേഷന് ഒരു ചാൻസ് ഉള്ള അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എൻഷുർ ചെയ്യുന്ന ഒരു കൺട്രിയാണ് ന്യൂസിലൻഡ്. ഇനി എല്ലാവരും ചോദിക്കുന്ന വേറൊരു കാര്യമാണ് എത്ര നാളെടുക്കും ഇതിപ്പോൾ ഈ ഫസ്റ്റ് നമ്മളുടെ ആ ഒരു പോർട്ടൽ ക്രിയേഷൻ മുതൽ ന്യൂസിലൻഡിലോട്ട് എത്തിച്ചേരുന്നത് വരെയുള്ള ഒരു ടോട്ടൽ ഡ്യൂറേഷൻ എത്രയായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. നോർമലി ഇറ്റ് വിൽ ടേക്സ് അറൗണ്ട് 8 months. ഒരു 6 to 8 months നമുക്ക് എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാനുള്ള മറ്റൊരു കാര്യമായിരിക്കും ഇതിൻ്റെ ഫീസ് സ്ട്രക്ചറൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സർവീസ് ചാർജിലൊക്കെ നമുക്കിത് ചെയ്തു തരാനായിട്ട് പറ്റും. റേറ്റിനെയൊക്കെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ആൻഡ് യു ക്യാൻ ടോക്ക് വിത്ത് അവർ കസ്റ്റമർ റിലേഷൻസ് മാനേജേഴ്സ്. ദെൻ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വൈ ട്രൂവേ ഇൻ്റർനാഷണൽ. ഇത് പറയാൻ എനിക്ക് വളരെയധികം സന്തോഷമേ ഉള്ളൂ. ബിക്കോസ് ഫ്രം ദി ബിഗിനിങ് ടിൽ ദി എൻഡ് ഈ ഒരു പ്രോസസ്സിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളുടെ കൂടെ ഒരു ബെസ്റ്റ് പാർട്ട്ണറായിട്ട് ഒരു ബെസ്റ്റ് കോർഡിനേറ്ററായിട്ട് ട്രൂവേ ഇൻ്റർനാഷണൽ ഒപ്പം ഉണ്ടാവും. അതായത് നമ്മുടെ ആ ഒരു പോർട്ടൽ ക്രിയേഷൻ്റെ സ്റ്റേജ് മുതൽ നമ്മൾ പ്രോസസ്സിനെ കുറിച്ച് സംസാരിച്ചു. നിങ്ങൾ ആ ന്യൂസിലൻഡിലോട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം പ്രോസസ്സെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വെനെവർ യു ആർ ഇൻ ദ സ്റ്റെപ്പിംഗ് ഇൻ ടു ന്യൂസിലൻഡ് ആ ഒരു ടൈം മുതൽ നിങ്ങളെ പിക്കപ്പ് ചെയ്യാനും എയർപോർട്ടിൽ വന്നിട്ട് പിക്കപ്പ് ചെയ്യാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻസ് അറേഞ്ച് ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പിന്നെ നിങ്ങളെ കോളേജിൽ കൊണ്ടുപോയിട്ട് പരിചയപ്പെടുത്തി തരിക, നിങ്ങളുടെ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ വിസിറ്റിംഗ് വിസ വർക്ക് വിസയിലോട്ട് സ്വിച്ച് ചെയ്യുക, പിന്നെ PR-ൻ്റെ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെ N നമ്പർ ഓഫ് എന്താ പറയുക കോർഡിനേഷൻ സർവീസസ് ആണ് ട്രൂവേ ഇൻ്റർനാഷണൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് പെർമനൻറ്റ് റെസിഡൻസ് എടുക്കാനുള്ള സപ്പോർട്ട്സ്, വൺസ് യു ബിക്കം പെർമനൻറ്റ് റെസിഡൻറ്റ് നിങ്ങൾക്ക് പിന്നെ ഫാമിലിയെയും കൂടെ കൊണ്ടുവരാനുള്ള കംപ്ലീറ്റ് സപ്പോർട്ട്, ഫാമിലി വൺസ് അവർ വന്നിറങ്ങുന്നത് മുതലുള്ള അവരുടെ പിക്കപ്പ് അക്കോമഡേഷൻ എല്ലാ കാര്യങ്ങളും അങ്ങനെ നോക്കാമെന്നുണ്ടെങ്കിൽ എന്തിനും ഏതിനും ട്രൂവേ കൂടെയുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവേണ്ട നമ്മൾ എങ്ങനെ ഇത് ചെയ്യും എന്നുള്ളത്. ട്രൂവേ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും ഫോർ ദി എൻറ്റയർ പ്രൊസീജിയേഴ്സ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരുപാട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഇപ്പോൾ തന്നെ ഇത് ഏകദേശം ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ 8327626262 എന്നുള്ള നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ കസ്റ്റമർ റിലേഷൻസ് മാനേജേഴ്സുമായിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ന്യൂസിലൻഡിലോട്ട് പോകാനായിട്ട് താല്പര്യം ഉള്ള ഒരു നേഴ്സാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ വൈകിക്കേണ്ട. ഇപ്പോൾ തന്നെ ഫോൺ എടുക്കുക, ജസ്റ്റ് കോൾ ട്രൂവേ ഇൻ്റർനാഷണൽ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഒരു പുതിയൊരു അപ്ഡേറ്റുമായിട്ട് കോണ്ടന്റുമായിട്ട് നമുക്ക് നെക്സ്റ്റ് സീരീസിൽ കാണാം. Until then, stay tuned and it's me Lasida signing off. Thank you for watching. Have a nice day.